ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാ താപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. സൗന്ദര്യ ലഹരി അവസാന ക്ലാസ് ആയിരിക്കും. 3 ശ്ലോകങ്ങൾ കൂടിയാണ് ഇന്ന് കാണാനുള്ളത്. ഭഗവതി അനുഗ്രഹിച്ച് അത് മംഗളകരമായിട്ട് പൂർത്തിയാവട്ടെ. ഇപ്പോൾ നമ്മൾ ഇന്നലെ 97 നിർത്തിയത്. ഇന്ന് നമുക്ക് 1-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് 93 മുതൽ 97 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി വിഷയത്തിലേക്ക് വരാം. ഓം ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി. 93-ാം ശ്ലോകം. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ ശിരീഷാഭാചിത്തേ ദൃശതുപലശോഭാ കുചതടേ വൃഷം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണാ കാചിതരുണാ. കളങ്കക്കസ്തൂരീ രജനികരബിംബം ജലമയം കലാഭിഃ കർപ്പൂരൈർ മരതകകരണ്ഡം നിബിഡിതം അദസ്ത്വൽ ഭോഗേന പ്രതിദിനമിദം റിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം
തവ കൃതേ പുരാരാധേരന്തഃ പുരമസി തദസ്ത്വച്ചരണയോഃ സപര്യാമര്യാദ തരളകരണാനാമസുലഭാ തദാ ഹ്യേതേ നീതാഃ ശതമഖമുഖാഃ സിദ്ധിമതുലാം തവ ദ്വാരോപാന്തസ്ഥിതിഭിരണിമാദ്യാഭിരമരാം കളത്രം വൈധാത്രം കതി കതി ഭജന്തേ ന കവയഃ ശ്രിയോ ദേവ്യാഃ കോ വാ ന ഭവതി പതി കൈരഭിധനൈഃ മഹാദേവം ഹിത്വാ തവ സതി സദീനാം അചരമേ കുചാഭ്യാമാസംഗഃ കുരവകതരോരപ്യസുലഭഃ ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീം ആഗമവിദോ ഹരേഃ പത്നീം പദ്മാം ഹരസഹചരീം അദ്രിതനയാം തുരീയാ കാപി ത്വം ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായാ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷീ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഇപ്പോൾ അതിമനോഹരമായ സൗന്ദര്യ ലഹരിയുടെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 94-ാം ശ്ലോകത്തിൽ ഈ പ്രപഞ്ചം തന്നെ ദേവിയുടെ മുമ്പിൽ ഒരു ഒരു കുടുക്കയാണ്, ഒരു രത്ന ചഷകം അല്ലെങ്കിൽ മരതക കരണ്ടം എന്ന് പറഞ്ഞു. അതിൽ ആവശ്യമുള്ളപ്പോൾ ബ്രഹ്മദേവൻ ദേവിക്ക് വേണ്ട അലങ്കാര വസ്തുക്കളൊക്കെ നിറച്ചു വെക്കുന്നു. കസ്തൂരി തൊടാൻ ചന്ദ്രനിലെ കളങ്കവും പനിനീരിനായിക്കൊണ്ട് ചന്ദ്രബിംബത്തെ തന്നെയും അതുപോലെ ചന്ദ്രന്റെ തന്നെ കലകളെ കൊണ്ട് കർപ്പൂരങ്ങളാക്കിയും ഒക്കെ നിറച്ച് ഈ ബ്രഹ്മദേവൻ എന്ന കിങ്കരൻ ദേവിക്ക് വേണ്ടി ഈ മരതക കരണ്ടം കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 95-ാം ശ്ലോകത്തില് ദേവീ ഭജനം അത് വളരെ സൂക്ഷ്മമാണ്. അന്തർമുഖ സമാരാധ്യയാണ്, ബഹിർമുഖ സുദുർലഭയാണ് ദേവി എന്ന തത്വം വളരെ മനോഹരമായി പ്രതിപാദിച്ചു. ദേവി പുരാരാതിയുടെ അന്തഃപുരമാകുന്നു എന്ന് പറഞ്ഞാൽ അന്തർജനമാകുന്നു. അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഒന്നും വലിഞ്ഞു കയറി ദേവിയുടെ അന്തഃപുരത്തിലേക്ക് അല്ലെങ്കിൽ പുരാരാതിയുടെ അന്തഃപുരത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല. അവിടെ അഷ്ടസിദ്ധികൾ ദാസിമാരായി പുറത്ത് കാവലുണ്ട്. അവർ അവിടെ തടഞ്ഞു നിർത്തും ആര് ചെന്നാലും. അങ്ങനെ ഇന്ദ്രാദി ദേവന്മാർ പോലും ദേവിയെ കാണാനായിക്കൊണ്ട് ചെല്ലുമ്പോൾ ആ ദ്വാരങ്ങളിൽ സിദ്ധികൾ തടഞ്ഞു നിർത്തുന്നു. ആ സിദ്ധികളിൽ നിന്ന് ലഭിക്കുന്ന അതുല്യമായിട്ടുള്ള ആ സിദ്ധികളാകുന്ന പ്രസാദം ലഭിച്ച് ആ ദേവന്മാരൊക്കെ തിരിച്ചു പോകുന്നു. അവർക്ക് ദേവിയെ ദർശിക്കാനുള്ള ഭാഗ്യം ഇല്ല എന്ന് പറയണം. അതുകൊണ്ട് അമ്മയ്ക്ക് സപര്യാ മര്യാദ ത്വച്ചരണയോഹോ സപര്യാ മര്യാദ തരളകരണാനാം അസുലഭ. തരളങ്ങളായ കരണങ്ങളോടുകൂടിയവർക്ക് എന്ന് പറഞ്ഞാൽ ചപലങ്ങളായ ഇന്ദ്രിയങ്ങളോടുകൂടിയവർക്ക് ദേവിയുടെ പാദങ്ങളിൽ പൂജിക്കുവാനുള്ളതായിട്ടുള്ള ഭാഗ്യം അസുലഭമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടെ ദേവിയെ ഇവിടെ ശങ്കരാചാര്യ ശൃംഗാര ഭാവങ്ങളിലൊക്കെ വർണ്ണിച്ചുവെങ്കിലും
നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ആദരവാണ് ദേവിയോട് ഉണ്ടാവേണ്ടത്. ഇന്ദ്രിയ നിയന്ത്രണമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയൊക്കെ ആയി മഹാദേവന് തുല്യം ഒരവസ്ഥയെ നമ്മൾ പ്രാപിക്കുമ്പോൾ, മഹാദേവ സായുജ്യം പ്രാപിക്കുമ്പോൾ ആ അന്തഃപുരത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം, ദേവിയുടെ പാദപൂജ നേരിട്ട് ചെയ്യാം എന്ന് താല്പര്യം. ഇനി 96-ാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ മഹത്വത്തെ, പാതിവ്രത്യത്തെ ഉറപ്പിക്കാനായിക്കൊണ്ട് മറ്റ് രണ്ട് ദേവിമാരെ അല്പമൊന്ന് ഇകഴ്ത്തി പറഞ്ഞു. ആർക്ക് വേണമെങ്കിൽ വാണീപതിയാവാം, വാക്പതികളാവാം. കളത്രം വൈദാത്രം കതി കതി ഭജന്തേ ന കവയ, കതി കതി കവയ ന ഭജന്തേ. എത്രയെത്ര കവികൾ ആ വിധാതാവിൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നില്ല. അതുപോലെ ശ്രിയോദേവ്യാഹ പതിഹി ന ഭവതി കോവ. ആ ശ്രീദേവിയുടെ പതിത്വത്തെ ആര് തന്നെ പ്രാപിക്കുന്നില്ല. കൈരപി ധനൈഹി, അല്പധനമുണ്ടായാൽ തന്നെ മതിയല്ലോ അവനെ ശ്രീമാൻ എന്ന് ആളുകൾ വിളിക്കുമല്ലോ. എന്നാൽ മഹാദേവം ഹിത്വാ തവ സതി സതീനാം അചരമേ കുജാഭ്യാം ആസംഗഃ കുരവകതരോരപി അസുലഭഃ. ആ മരുതാണി വൃക്ഷത്തിന് പോലും അസുലഭമായിട്ടുള്ളതാണ് ദേവിയുടെ ആലിംഗനം എന്ന് പറഞ്ഞാൽ, ദേവി അശോകവൃക്ഷങ്ങളെ പാദം കൊണ്ട് സ്പർശിക്കുന്നത് തന്നെ ആർക്കിഷ്ടമല്ല, മഹാദേവന് ഇഷ്ടമല്ല എന്ന് മുമ്പ് കണ്ടു അല്ലേ. അശോകവൃക്ഷങ്ങൾ പൂക്കുന്നത് സുന്ദരികളുടെ പാദസ്പർശമേറ്റിട്ടാണെന്ന് കരുതി ദേവി പാദം കൊണ്ട് സ്പർശിച്ചാൽ അവിടെ മഹാദേവൻ മത്സരിക്കുന്നു, അതിനോട് അസൂയപ്പെടുന്നു. എൻ്റെ ദേഹത്ത് പതിപ്പിക്കാത്ത പാദം എന്തിനാ അശോകവൃക്ഷത്തെ ചെന്ന് ചവിട്ടുന്നത് എന്ന് മഹാദേവന് അശോകവൃക്ഷങ്ങളോട് പോലും മത്സരമുണ്ടാവും എന്ന് മുമ്പ് പറഞ്ഞു. അപ്പൊ പിന്നെ ആലിംഗനം ചെയ്താ പറയണോ കുടുംബകലഹത്തിന് അല്ലേ? മഹാദേവന് ഒട്ടും ഇഷ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവി പതിവ്രതയായതുകൊണ്ടും മരുതാണി വൃക്ഷത്തെ പോലും ആലിംഗനം ചെയ്യുന്നില്ല. അതുകൊണ്ട് ദേവിയുടെ പതിഭാവത്തെ പ്രാപിക്കാൻ ആർക്കും സാധ്യമല്ല, മഹാദേവനെ ഒഴിച്ച് എന്ന് പറഞ്ഞു. ദേവി സതിയാണ്, സതികളിൽ വെച്ച് പ്രഥമയാണ്, അചരമയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പാവങ്ങളെ ലക്ഷ്മിയെയും വാണിയെയും ഇത്തിരി ഒന്ന് ചെറുതാക്കിയതിനെ നികഴ്ത്തി ഒന്ന് എന്താ പറയുക സമപ്പെടുത്തുകയാണ് 97-ാം ശ്ലോകത്തില്. വാസ്തവത്തിൽ ആ വാഗ്ദേവിയും അല്ലെങ്കിൽ ഹരിയുടെ പത്നിയായ പത്മയും ഹരപത്നിയായ പാർവതിയും എല്ലാം നീ തന്നെയല്ലേ അമ്മേ. ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീം ആഗമവിദോ ഹരേഹേ പത്നീം പത്മാം ഹര സഹചരീം അദ്രിതനയാം. അങ്ങനെയുള്ള അമ്മ. എന്നാൽ ഇവര് മൂന്നുമല്ല, അതിനപ്പുറത്തുമാണ്. തുരീയാ കാപിത്വം, ഏതോ ഒരു തുരീയയുമല്ലേ അമ്മ. നാലാമത്തെ എല്ലാറ്റിനും അതീതയായിരിക്കുന്ന, ഗുണാതീതയായിരിക്കുന്ന ദുരധിഗമ നിസ്സീമ മഹിമ, അധിഗമിക്കാൻ പറ്റാത്ത സീമയില്ലാത്ത മഹിമാവോടുകൂടിയവളല്ലേ. മഹാമായ വിശ്വംഭ്രമയസി പരബ്രഹ്മ മഹിഷി. അമ്മ തന്നെയാണ് ഈ വിശ്വത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹാമായയും പരബ്രഹ്മ മഹിഷിയും. ഇപ്പോഴാണ് ശരിക്കും അദ്വൈതിയായിട്ടുള്ള ശങ്കരാചാര്യര് ആ ദേവിയുടെ മായാഭാവത്തെ ഇവിടെ എടുത്തു പറയുന്നത്. ബ്രഹ്മാശ്രയമായിരിക്കുന്ന മായ ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നു, നമ്മളെയിട്ട് ഭ്രമിപ്പിക്കുന്നു. അപ്പൊ പരബ്രഹ്മമായിട്ടാണ് ഇവിടെ മഹാദേവനെ പറഞ്ഞത്. ആ പരബ്രഹ്മ മഹിഷിയായിട്ടാണ് മഹാമായയായ ദേവിയെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാശ്രയയായിരിക്കുന്ന മായ തന്നെയാണ്. അദ്വൈത വേദാന്തത്തിൽ മായ എന്ന ശക്തിയെ ബ്രഹ്മാശ്രയമായി തന്നെ പറയുന്നു. അല്ലെങ്കിൽ ഉപനിഷത്തുകളിൽ കൈവല്യോപനിഷത്തിൽ പറയുന്നു, മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം. അപ്പൊ മായിയായ മഹേശ്വരന്റെ മായയാണ് പ്രകൃതി അഥവാ ഇവിടെ വർണ്ണിക്കപ്പെടുന്നതായിട്ടുള്ള ദേവി എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ആ തത്വത്തിലേക്ക് തന്നെ വന്നു. അങ്ങനെയുള്ള മഹാമായ തന്നെയാണ് ഈ വിശ്വത്തെ ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെ ഈ സംസാരത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദേവിയെ ഭജിച്ചാലേ ആ മായ തന്നെ വിദ്യാസ്വരൂപിണിയായി നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ഉള്ളില് ആ
ജ്ഞാനം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ബ്രഹ്മവിദ്യ നൽകി ആത്മവിദ്യ പ്രദാനം ചെയ്ത് നമ്മളെ പരബ്രഹ്മ സ്വരൂപവുമായി ഐക്യം പ്രാപിപ്പിക്കും. അതിന് ദേവിയെ ഉപാസിക്കണം. ആ ദേവി ഉപാസന പ്രധാനമായിട്ടുള്ളതാണ് ഈ സൗന്ദര്യലഹരി സ്തോത്രം. അപ്പൊ ഇനി ബാക്കിയുള്ള 3 ശ്ലോകങ്ങളും കൂടി നോക്കാം. കഥാകാലേ മാതഃ കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജനജലം പ്രകൃത്യാ മൂകാനാം അപി ച കവിതാകാരണതയാ കദാധത്തേ വാണീമുഖകമലതാംബൂലരസതാം. ദേവിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എപ്പോഴാണ് എന്നാ ചോദിക്കുന്നത്. കഥാകാലേ, കഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ, കാലേ ഏത് കാലത്ത് എന്നാണ്. അപ്പൊ ഏത് കാലത്താണ്? ഹേ മാതഃ, അല്ലയോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ അലിവിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹേ മാതഃ കഥാകാലേ വിദ്യാർത്ഥി അഹം പിബേയം, ഈ വിദ്യാർത്ഥിയായിട്ടുള്ള ഞാൻ കുടിക്കും. പിബേയം എന്നുള്ളത് അഹം എന്നുള്ള കർത്താവിന്റെ ക്രിയയാണ്. പിബേയം എപ്പോഴാണ് ഞാൻ കുടിക്കുക എന്നാണ് ചോദ്യം. അപ്പോ എന്താണ് കുടിക്കേണ്ടത്? തവ ചരണ നിർണേജന ജലം, തവ അമ്മയുടെ ചരണ നിർണേജന ജലം, ചരണം പാദം നിർണേജനം ചെയ്ത ജലം. നിർണേജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാല് കഴുകുക. നിർണേജനം, അവനേചനം എന്നൊക്കെ കാല് കഴുകുന്ന പ്രവൃത്തിക്ക് പേര്. പാദ അവനേചനം ചെയ്യുക. അവനേചനം ചെയ്ത ജലത്തെ അവനേജനി എന്ന് പറയും. തീർത്ഥം എന്നർത്ഥം, പാദ തീർത്ഥം. അതുപോലൊരു പദം തന്നെയാണ് നിർണേജനം. അപ്പൊ നിർണേജന ജലം, ദേവിയുടെ പാദം കഴുകിയതായിട്ടുള്ള വെള്ളം. ആ വെള്ളം എങ്ങനെയുള്ളതാണ്? കലിത ആലക്തക രസം എന്ന് 1-ാമത്തെ വരിയിൽ പറഞ്ഞു. ദേവിയുടെ കാലിൽ എന്തുണ്ട്? ആലക്തക രസമുണ്ട്. ആലക്തകം അരക്കിന്റെ രസം, ചാറ്, ചെമ്പഞ്ഞി ചാറ് അല്ലെങ്കിൽ കോലരക്കിൻ ചാറ് എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള ഒരു ചുവന്ന വർണ്ണം ദേവിയുടെ പാദത്തിൽ പൂശിയിട്ടുണ്ടല്ലോ. അത് കലിതം. കലിതം എന്ന് പറഞ്ഞാലോ കലർന്നത്, ചേർന്നത്. അപ്പൊ ദേവിയുടെ പാദം കഴുകിയ വെള്ളത്തില് ആ ഒരു ചുവപ്പ് വർണ്ണവും കൂടി കലർന്നിട്ടുണ്ടാവും. ദേവിയുടെ കാലിലെ അലങ്കാരത്തിന്റെ ആ ഒരു ലേശം കൂടെ ആ വെള്ളത്തിൽ കലർന്നു വരും. അപ്പൊ ചുവന്ന വെള്ളമാണ് ദേവിയുടെ പാദത്തിൽ നിന്ന് വരിക. അങ്ങനെയുള്ള ആ ദേവിയുടെ പാദ തീർത്ഥത്തെ വിദ്യാർത്ഥിയായ ഞാൻ കഥാകാലേ പിബേയം, ഏത് കാലത്താണ് കുടിക്കാൻ ഭാഗ്യമുണ്ടാവുക? കഥയാ ത്വം കഥയാ, അമ്മേ നീ പറയൂ എന്നാണ് പറയുന്നത്. അമ്മ തന്നെ പറയൂ, എപ്പോഴാണ് എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദേവിയെ സേവിക്കുവാനുള്ളതായിട്ടുള്ള യോഗ്യത എനിക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ദേവിയുടെ അടുത്തേക്ക് വരാനുള്ള യോഗ്യത എനിക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ദേവിയുടെ പാദപൂജ ചെയ്യാനുള്ളതായിട്ടുള്ള ഭാഗ്യം എനിക്ക് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നതിന്റെ താല്പര്യം, ഇപ്പൊ ഞാൻ വെറും വിദ്യാർത്ഥിയാണ്, എത്രയോ ദൂരെയാണ് എന്ന് വെച്ചാൽ ഞാൻ ഈ രചിച്ച സൗന്ദര്യലഹരി എന്നുള്ള ഈ കാവ്യം ഉണ്ടല്ലോ, അത് എത്രയോ നിസാരമായിട്ടുള്ളതാണ്. വലിയൊരു സംഭവമൊന്നുമല്ല. ഒരു വിദ്യാർത്ഥിയുടെ ഒരു ചാബല്യം, ഒരു വിഡ്ഢിത്തരം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ? മുമ്പേ തന്നെ പറഞ്ഞുല്ലോ, ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എന്താ പറഞ്ഞത്? ഹരിബ്രഹ്മാദീനാം ആരാധ്യാം, ഹരിബ്രഹ്മാദികൾക്കൊക്കെ ആരാധ്യയായിരിക്കുന്ന നിന്നെ പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. പുണ്യമില്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് സ്തുതിക്കുവാനും പ്രണമിക്കുവാനും ഒക്കെ യോഗ്യതയുണ്ടാവുക, സമർത്ഥനാവുക എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാ തുടങ്ങിയത്. അപ്പൊ ഒരു സാഹസത്തിന് ഇറങ്ങിയതാണ്, ആവാത്ത കാര്യത്തിന് ഇറങ്ങിയതാണ്. ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. ഒരു വിദ്യാർത്ഥിയുടെ
ഒരു പരീക്ഷണം, ഒരു പരിശ്രമം, ഒരു നിസ്സാരമായിട്ടൊരു സംഗതി സാക്ഷാൽ വാക്കുകളുടെയൊക്കെ ദേവിയായിരിക്കുന്ന, വർണ്ണാത്മികയായിരിക്കുന്ന ദേവിയുടെ മുമ്പിൽ ഇത് എത്ര നിസ്സാരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ദേവിക്ക് പരിഹാസം തോന്നുന്നുണ്ടാവും വാസ്തവത്തിൽ ഈ കാവ്യം കാണുമ്പോൾ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിനയം കൊണ്ട് തോന്നുക. അത് നമുക്കറിയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അതിനെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ അവരൊരു ചിരിച്ചിരിക്കും ആദ്യം. എന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ മുതുകത്തൊക്കെ തട്ടിയിട്ട് നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇപ്പോൾ അല്പജ്ഞന്മാരായിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് പോലും അതിലും വെച്ച് ബാലന്മാരായിട്ടുള്ള പലരും വന്നിട്ട്, കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് പലരും വന്ന് പല അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന് കാണിക്കും. അല്ലെങ്കിൽ പല മന്ത്രങ്ങള്, ശ്ലോകങ്ങള്, കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കേൾപ്പിക്കും. എങ്ങനെയുണ്ട് സ്വാമി പറയൂ, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയ കഥ എങ്ങനെയുണ്ട്, ഞങ്ങൾ എഴുതിയ പ്രബന്ധം എങ്ങനെയുണ്ട് എന്നൊക്കെ വന്ന് ചോദിക്കും. അപ്പൊ കൊച്ചു കുട്ടികളുടെ ആ ഒരു ഇതിൽ നമുക്ക് അവരെ പരിഹസിക്കാനും തോന്നില്ല. അവരുടെ ആ ഉദ്യമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. ചിരി വരും ഉള്ളില് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോ. ചിലപ്പോ ചിരിയൊക്കെ വരും, എന്നാലും ആ ചിരിയൊക്കെ അടക്കിക്കൊണ്ട് നമ്മൾ പറയും നന്നായിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഇനിയും മുന്നോട്ട് പോകട്ടെ കേട്ടോ, നന്നാവും കേട്ടോ, നല്ല ഭാവി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അല്പന്മാരായിട്ടുള്ള നമ്മളെ എങ്ങനെയാണ്. അപ്പൊ ദേവിയുടെ സർവജ്ഞയായിരിക്കുന്ന, സർവകലകളുടെയും ഉറവിടമായിരിക്കുന്ന, കാവ്യങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ചുരക്കുന്ന ദേവി, ആ ദേവിയുടെ മുമ്പില് ഈ ശങ്കരാചാര്യരുടെ ഈ സൗന്ദര്യലഹരി എന്നുള്ളതായിട്ടുള്ള ഈ കവിത, ഈ സ്തോത്രം ശങ്കരാചാര്യർക്ക് അറിയാം ഇത് ദേവിയുടെ മുമ്പിൽ എത്രയോ നിസ്സാരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദേവിയോട് ചോദിക്കണം, എപ്പോഴാണ് ശരിക്കും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ പാദം കഴുകി പൂജിക്കുവാനുള്ള, ആ പാദതീർത്ഥം സേവിക്കുവാനുള്ളതായിട്ടുള്ള യോഗ്യത എനിക്കുണ്ടാവുക. കഥാകാലേ മാതഃ കഥയ ത്വം കഥയ, അമ്മ പറയൂ. കലിലാലക്തകരസം ചരണനിർണേജനജലം പിബേയം, അമ്മയുടെ ആലക്തകരസം കലർന്നതായിട്ടുള്ള, കാല് കഴുകിയതായിട്ടുള്ള ആ തീർത്ഥം പാനം ചെയ്യുവാൻ ഈ വിദ്യാർത്ഥിയായിട്ടുള്ള എനിക്ക് എപ്പോഴാണ് കഴിയുക? പ്രകൃത്യാ മൂകാനാമഭിച കവിതാ കാരണതയാ കഥാ ധത്തേ വാണീമുഖ കമല താംബൂല രസതാം. അപ്പോ തീർച്ചയായിട്ടും അമ്മയുടെ ആ പാദതീർത്ഥം സേവിച്ചാൽ എന്താ ഗുണം? പ്രകൃത്യാ മൂകാനാമഭിച കവിതാ കാരണതയാ, പ്രകൃത്യ ജന്മനാ തന്നെ മൂകന്മാരായിട്ടുള്ള ആളുകളെ പോലും, ഊമകളായിരിക്കുന്ന, സംസാരിക്കാൻ കഴിവില്ലാത്തതായിട്ടുള്ള അത്യന്തം മൂകന്മാരായിരിക്കുന്ന ആളുകളെ പോലും കവിതാകാരണതയ, അവരെ പോലും വലിയ കവികളാക്കി മാറ്റാൻ സാമർഥ്യമുള്ളതാണ് അമ്മയുടെ പാദതീർത്ഥം. അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ ഉണ്ടല്ലോ. മൂകന്മാരെ വാചാലന്മാരാക്കുന്നതാണ് ദേവിയുടെ അനുഗ്രഹം, അല്ലെ? നമ്മള് ഭഗവാന്റെ ഒരു ശ്ലോകം ഉണ്ടല്ലോ, മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. ഏതൊരു ഭഗവാന്റെ കൃപയാണോ മൂകനെ വാചാലനാക്കുന്നത്, മുടന്തനെ വലിയ പർവ്വതങ്ങളെ കയറ്റുന്നത്, പങ്കും ലംഘയതേ ഗിരിം, ആ പരമാനന്ദ മാധവനായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു എന്നാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. അപ്പൊ അതുപോലെ ദേവിയുടെ കൃപാലേശമുണ്ടെങ്കിൽ ഏത് മൂകനും വാചാലനാകും, ഏത് പാമരനും പണ്ഡിതനാകും, ഏത് മന്ദബുദ്ധിയും മഹാകവിയാകും. കാളിദാസന്റെ കഥയൊക്കെ അറിയാലോ. കാളിദാസനൊക്കെ എന്തായാലും ശങ്കരാചാര്യരുടെ മുമ്പേ ഉള്ള ഒരു ചരിത്രമാണല്ലോ. അതുപോലെ മൂകകവി എന്ന പ്രശസ്തനായിട്ടുള്ള ഒരാള് മൂക പഞ്ചശതി എന്ന് പറഞ്ഞിട്ടൊരു കാവ്യം രചിച്ചിട്ടുണ്ട്. കാഞ്ചി കാമാക്ഷിയെ സ്തുതിക്കുന്ന 500 ശ്ലോകങ്ങളാണത്. മൂക പഞ്ചശതി ഗംഭീരമാണ്. അത് ശങ്കരാചാര്യരുടെ കാലശേഷമായിട്ടാണ് പറയപ്പെടുന്നത്.
എങ്കിലും അതുപോലെയുള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ അനുസ്മരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള മൂകന്മാരെ പോലും കവികളാക്കി മഹാകവികളാക്കി മാറ്റുന്ന ആ ഒരു വൈഭവമാണല്ലോ അമ്മയുടെ അനുഗ്രഹം. അതുകൊണ്ട് അതെപ്പോഴാണ് എനിക്ക് സിദ്ധിക്കുക, ഈ പാമരനായിട്ടുള്ള എന്നെ എപ്പോഴാണ് അമ്മയുടെ പാദതീർത്ഥം കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, കഥാദത്തേ വാണീമുഖ കമല താമ്പൂല രസതാം. കഥാദത്തേ, എപ്പോഴാണ് എനിക്ക് ധരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്ക് നൽകുക? എന്ത് നൽകുക? വാണീമുഖ കമല താമ്പൂല രസതാം. വാണീമുഖകമലം. വാണി സരസ്വതി, സരസ്വതിയുടെ മുഖകമലം, വായാകുന്ന കമലം, വദനാരവിന്ദം, അതിൽ നിന്നുള്ള താമ്പൂല രസത്തെ എനിക്ക് എപ്പോ ധരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ എപ്പോ വാണിയുടെ ഭർത്താവായി തീരും എന്നർത്ഥമാണ്. കാരണം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ താമ്പൂല ചർവണം ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. അതൊരു എന്താ പറയുക, സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ് അവർക്ക് തമ്മിൽ. ഭാര്യയുടെ താമ്പൂല ചർവണം ചെയ്തത് ഭർത്താവ് സ്വീകരിക്കുക, ഭർത്താവ് ചർവണം ചെയ്തത് ഭാര്യയ്ക്ക് കൊടുക്കുക, അതൊക്കെ ഓരോരോ സമ്പ്രദായങ്ങൾ, അത് രഹസ്യമായിട്ടുള്ള ദാമ്പത്യ ലീലകളിലുള്ളതാണ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ചോദിക്കുന്നത്. ആ വാണി ചർവണം ചെയ്ത താമ്പൂല രസം എനിക്ക് എപ്പോഴാ പകർന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ആ വാണിയുടെ ഭർത്താവായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് എപ്പോഴാണ് കിട്ടുക എന്ന് തന്നെയാണ്. വാണീപതി എന്നുള്ള സ്ഥാനം. അപ്പൊ മറ്റു പലർക്കും വാണീപതി സ്ഥാനം ദേവി കൊടുക്കുന്നു എന്ന് മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു അല്ലേ? ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവര് വാണീപതികളായി തീരും എന്ന് പറയുന്നുണ്ട്. അടുത്ത ശ്ലോകവും അതേ ആശയം തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പോ എപ്പോഴാണ് വാണിയുടെ വായിലിരിക്കുന്ന താമ്പൂല ചർവണം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, വാണിയെ എനിക്ക് എപ്പോഴാണ് ഭാര്യയായിട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് എനിക്ക് വാണി പതിത്വം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, സരസ്വതി പതിത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ വാസ്തവത്തില് സാഹിത്യ പതിത്വം തന്നെയാണ്, വിദ്യാപതിത്വം തന്നെയാണ്, കാവ്യപതിത്വം തന്നെയാണ്. കാവ്യങ്ങൾ രചിക്കുവാനുള്ള സാമർഥ്യം, സാഹിത്യം രചിക്കുവാനുള്ള സാമർഥ്യം, ഇതൊക്കെ എനിക്ക് ഇന്നുണ്ടാവും എന്ന് ചോദിക്കുന്നതിന്റെ കാവ്യഭാഷയാണ് എപ്പോഴാണ് ഞാൻ സരസ്വതിയുടെ ഭർത്താവാകുക എന്നുള്ളത്. അല്ലെ? ഭർത്താവായിട്ട് ഒരാളുണ്ട്, ബ്രഹ്മദേവൻ എന്നുള്ള സങ്കല്പം നമുക്ക്. ഇപ്പൊ ഇവിടെ ഞാൻ എപ്പോഴാണ് സരസ്വതിയുടെ ഭർത്താവാകുക എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് എപ്പോഴാണ് ആ ഒരു തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക. സരസ്വതീ ദേവി എന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന, അഥവാ എനിക്ക് സാഹിത്യത്തിലുള്ള പ്രാഗൽഭ്യം എപ്പോഴാണ് ഉണ്ടായി ജനങ്ങൾ എന്നെ വാണീപതി, വാക്പതി, വാചസ്പതി എന്നൊക്കെ വിളിക്കുക. അപ്പൊ ഞാനിപ്പോ ശിശുവാണ്, വിദ്യാർത്ഥിയാണ്, എനിക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, അതിന് ദേവിയുടെ അനുഗ്രഹം വേണം എന്നുള്ള പ്രാർത്ഥനയാണിത്. മനസ്സിലാക്കുക. വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ ദീനമായിട്ട് അപേക്ഷിക്കുന്ന പോലെ കഥാകാലേ എപ്പോഴാണ് എന്ന് ദീനമായിട്ട് ചോദിക്കുകയാണ്. നമ്മളും ഇതൊക്കെ തന്നെയാണ് ചോദിക്കേണ്ടത്. ഒരിക്കൽ കൂടെ വായിക്കാം. കഥാകാലേ മാതഃ കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജന ജലം പ്രകൃത്യാ മൂകാനാമപി ച കവിതാ കാരണതയാ കഥാധത്തേ വാണീമുഖ കമല താമ്പൂല രസതാം. അപ്പൊ എനിക്ക് സാഹിത്യ പടുത്വം, വാസന, കവിത്വം എല്ലാം അനുഗ്രഹിച്ചു തരണേ. എങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ, സ്തോത്രങ്ങൾ കൊണ്ട് ദേവിയെ പൂജിക്കാം എന്ന് താല്പര്യം. അടുത്ത ശ്ലോകം നോക്കാം. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നോ വിഹരതേ രഥേഹേ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികരഃ
പരാനന്ദാഭിക്യം രസയതി രസം ത്വദ്ഭജനവാൻ. ഇവിടെ പറയണു ത്വദ്ഭജനവാൻ, അമ്മയെ ഭജിക്കുന്ന ഭക്തൻ എന്നർത്ഥം. ത്വദ്ഭജനവാൻ, അമ്മയെ ത്വദീയം ഭജനയെ ആരാണോ ചെയ്യുന്നത് അവൻ ത്വദ്ഭജനവാൻ. അങ്ങനെയുള്ളവൻ സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നഃ വിഹരതേ. അവൻ സരസ്വത്യാ എന്ന് പറഞ്ഞാൽ സരസ്വത്യാ സഹ, സരസ്വതിയോടും സരസ്വതീ ദേവിയോടുകൂടെയും ലക്ഷ്മിയാ സഹ, ലക്ഷ്മിയോടുകൂടെയും വിഹരതേ വിഹരിക്കുന്നു. എങ്ങനെയായിട്ട് വിഹരിക്കുന്നു? വിധി ഹരി സപത്നഃ വിഹരതേ, വിധിക്കും ഹരിക്കും സപത്നനായിട്ട് വിഹരിക്കുന്നു എന്ന് പറഞ്ഞാലോ, വിധി ബ്രഹ്മദേവൻ, ഹരി വിഷ്ണു. അപ്പൊ അവരുടെ സപത്നഭാവത്തില്, സപത്നഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുഭാവത്തില്, മത്സരാർത്ഥിയായിട്ട് നമുക്ക് അർത്ഥമാണ്. സപത്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷന് രണ്ട് ഭാര്യകളുണ്ടെങ്കിൽ അവർ തമ്മിൽ സപത്നിമാരാണ്, അല്ലേ? 2 or 3 ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ആ സാപത്ന്യം എന്നുള്ളതായിട്ടുള്ള മത്സരം ഉണ്ടാവും. അപ്പൊ അതുപോലെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്കൊക്കെ എന്തായി തീരാം? വാണീപതിയും ലക്ഷ്മീപതിയുമായി തീരാം. അപ്പൊ ആർക്ക് കോമ്പറ്റീഷനായി? ആരോട് മത്സരമായി? വിധിക്കും ഹരിക്കും. അവർക്ക് സപത്നന്മാരായി തീരുകയാണ് നമ്മള്. അതാണ് ഇവിടെ പറഞ്ഞത്, ത്വൽ ഭജനവാൻ, ദേവിയെ ഭജിക്കുന്നതായിട്ടൊരു ഭക്തൻ സരസ്വത്യാ ലക്ഷ്മിയാ വിധിഹരി സപത്നഃ വിഹരതേ, സരസ്വതി ദേവിയോടും ലക്ഷ്മി ദേവിയോടും കൂടെ വിധിയുടെയും ഹരിയുടെയും സപത്നനായി വിഹരിക്കുന്നു, വിലസുന്നു, രമിക്കുന്നു ഒക്കെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? സരസ്വതി പതിത്വം അയാൾക്ക് വന്നു ചേരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സാഹിത്യ പാണ്ഡിത്യവും കവിത്വവും എല്ലാ വിദ്യകളുടെയും ആ അധീശത്വവും എല്ലാം അയാൾക്ക് സിദ്ധിക്കുന്നു. സാക്ഷാൽ വിദ്യാവാചസ്പതിയായി തീരുന്നു ആ മഹാ ഭഗവതിയെ സേവിക്കുന്നതുകൊണ്ട്. അപ്പൊ ഭഗവതി അനുഗ്രഹം കൊണ്ട് നല്ല പാണ്ഡിത്യം, വാക്സാമർത്ഥ്യം, വിദ്യാ നൈപുണ്യം, എല്ലാ വിദ്യകളിലുള്ള വിശാരദത്വം, ആ ഒരു സർവജ്ഞ ഭാവമെല്ലാം അയാൾക്ക് വന്നു ചേരുന്നു. അയാൾ സരസ്വതി പതിയായി തീരുന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവനേക്കാൾ കേമനാവുന്നു. ബ്രഹ്മദേവൻ ഒരു സർവജ്ഞനാണ്, അല്ലേ? അദ്ദേഹം ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കണമെങ്കിൽ അറിവ് വേണമല്ലോ. ഏത് കാര്യം ഉണ്ടാക്കണമെങ്കിലും അറിവ് വേണം. അപ്പൊ അറിവുള്ള ആളാണ് സർവവും സൃഷ്ടിക്കുന്ന സർവജ്ഞനായ ബ്രഹ്മദേവൻ. പക്ഷെ അദ്ദേഹത്തിനേക്കാൾ മുകളിലാക്കുന്നു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ഭക്തനെ. അപ്പൊ ബ്രഹ്മദേവന് പോലും നമ്മളോട് അസൂയ തോന്നിക്കുന്ന ആ ഒരു അറിവ്, സർവജ്ഞത ദേവി നമുക്ക് പകർന്നു തരും. അപ്പൊ നമ്മള് ബ്രഹ്മാവിനേക്കാൾ മുകളിൽ ആനന്ദിക്കുന്നു എന്നർത്ഥം. ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരാൾക്ക് എല്ലാ അറിവും ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ ഇരിക്കുന്നു. അയാള് ബ്രഹ്മാവിനേക്കാൾ മുകളിലാണ് അയാളുടെ സ്ഥാനം. ബ്രഹ്മാനന്ദം പോലും അയാളുടെ മുമ്പിൽ ലേശമായി ഭവിക്കുന്നു. ഇതൊക്കെ ഉപനിഷത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിവിടെ ശങ്കരാചാര്യർ കാവ്യഭാഷയിൽ പറഞ്ഞു. ഒരു ശ്രോത്രിയനും അകാമഹതനുമായിരിക്കുന്ന ഒരാൾക്ക് ബ്രഹ്മാനന്ദം പോലും ലേശമാണ്. ചെറിയൊരു ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ് അയാൾക്ക് ബ്രഹ്മാനന്ദവും ബൃഹസ്പതിയുടെ ആനന്ദവും ഇന്ദ്രാദി ദേവന്മാരുടെ ആനന്ദവും ഒക്കെ ഒരു ജ്ഞാനിയുടെ മുമ്പിൽ നിസാരമായിട്ടുള്ളതാണ് എന്ന് ഉപനിഷത്ത് ഭാഷ പറഞ്ഞപ്പോൾ ഇവിടെ ഈ ഭാഷയിൽ പറഞ്ഞു. ബ്രഹ്മദേവന് അസൂയ തോന്നുന്ന, ബ്രഹ്മദേവന് പോലും മത്സരം ഉണ്ടാക്കുന്നതായിട്ടുള്ള സരസ്വതി പതിത്വം അവന് സിദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ബ്രഹ്മാവിനേക്കാൾ സർവജ്ഞനായിത്തീരുന്നു എന്ന് താല്പര്യം. അതുപോലെ ലക്ഷ്മി പതിത്വം വന്നു ചേരുന്നു എന്ന് പറയുമ്പോഴോ സർവ ഐശ്വര്യങ്ങളും അവന്റെ അധീനതയിലാകുന്നു. അവൻ എല്ലാ ലോകങ്ങൾക്കും മുകളിലാവുന്നു. അവൻ വൈകുണ്ഠപതിയായ വിഷ്ണുവിനേക്കാൾ ശ്രേഷ്ഠനായിത്തീരുന്നു ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ വിഷ്ണു പോലും അവനെ കാണുമ്പോൾ എനിക്ക് പോലും ഇത്രയേ ഉള്ളൂ സ്ഥാനം, അതിലും വലിയ സ്ഥാനമാണ് ഈ ദേവീ ഭക്തന് കിട്ടും. അപ്പൊ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒക്കെ ദേവിയെ ഭജിച്ചത് കൊണ്ട് തന്നെയാണ്
ഈ പദവികളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളും ദേവിയെ അവർ ഭജിച്ചതിനേക്കാൾ നന്നായി ഭജിച്ചാൽ അതിനേക്കാൾ ഉയർന്ന പദവികൾ ലഭിക്കും. ഇവിടെ പദവി എന്നൊക്കെ ഉള്ളത് സാങ്കേതികമായി പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പ്രപഞ്ചത്തിലെ സർവവും സർവാത്മഭാവം തന്നെയാണ് വിഷ്ണുഭാവം എന്ന് പറഞ്ഞാൽ. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം വിഷ്ണു തന്നെയാണ്, വിശ്വം തന്നെയാണ് വിഷ്ണു. വിശ്വരൂപമാണ് വിഷ്ണുവിന്റെ രൂപം. വിശ്വസ്മൈ നമഃ എന്നാണ് വിഷ്ണുവിന്റെ ആദ്യ രൂപം, ആദ്യ നാമം. അപ്പൊ വിരാട് രൂപിയായ വിഷ്ണുവിനെ പോലെ അവനും സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. സർവ പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും അവൻ്റേതു തന്നെ ആയിത്തീരുന്നു. അവന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. എന്തിനെങ്കിലും വേണ്ടി ഒരു കുറവ് അവന് ഉള്ളില് അനുഭവം ഉണ്ടാകുന്നില്ല. അവൻ പൂർണ്ണനായിത്തീരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ ആലങ്കാരിക പ്രയോഗമാണ് അവൻ ബ്രഹ്മദേവനും മഹാവിഷ്ണുവിനും മത്സരാർത്ഥിയായിത്തീരുന്നു, അസൂയ ജനിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ ഇവിടെ ഒരു ഗൗണദേവന്മാരായി കണക്കാക്കിയിട്ട് അതിലും അപ്പുറത്ത് ബ്രഹ്മഭാവത്തെ നൽകുന്നു ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. ആർക്ക്? ഒരു ഭക്തന്. ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അത് ത്രിമൂർത്തികൾക്ക് മുകളിലാണ്. അത് കഴിഞ്ഞ് രമ്യേണ വപുഷ രഥേഹേ പാതിവ്രത്യം ശിഥിലയതി, രണ്ടാമത്തെ വരി. രഥേഹേ, രഥേഹേ എന്ന് പറഞ്ഞാൽ രതിയുടെ, പാതിവ്രത്യം ശിഥിലയതി. പാതിവ്രത്യം ഭർത്താവിനോടുള്ളതായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, അതിനെ ശിഥിലയതി, ഇളക്കിക്കളയുന്നു. അപ്പൊ രതിയുടെ മനസ്സിനെ പോലും ഇളക്കാൻ എന്ത് സാധിക്കുന്നു? രമ്യേണ വപുഷ, അവന്റെ വപുസ്, അവന്റെ ശരീരത്തിന്റെ രമ്യത കൊണ്ട്, മറ്റുള്ളവരെ രമിപ്പിക്കുവാനുള്ള കാന്തി കൊണ്ട്, ആകർഷണീയത കൊണ്ട്. അപ്പൊ അവൻ സുന്ദരനായി, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ആകർഷണീയനായിത്തീരുന്നു, സുന്ദരനായിത്തീരുന്നു. അങ്ങനെ രതി പോലും സംശയിക്കും, തന്റെ ഭർത്താവായിട്ടുള്ള കാമദേവനോ ഇദ്ദേഹം, അതോ കാമദേവനേക്കാൾ സുന്ദരനാണോ എന്ന് രതിക്ക് പോലും ആകർഷണം തോന്നുന്ന രീതിയിലുള്ള സൗന്ദര്യം ഈ മഹാത്മാവിന്, ഈ ദേവി ഭക്തന് വന്നു ചേരുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അവന്റെ വശത്തായിത്തീരുന്നു എന്ന് താല്പര്യം. രതി പോലും, കാമദേവന്റെ ഭാര്യയായിട്ടുള്ള രതി പോലും പുറകെ വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതുണ്ടോ? ലോകം മുഴുവൻ അവന്റെ പുറകെ വരുന്നു. ഈ മഹാത്മാവിന്റെ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച മഹാത്മാവിന് എല്ലാ ആകർഷണീയതയും കാന്തിയും വന്നു ചേരുന്നു, എല്ലാ സൗന്ദര്യവും വന്നു ചേരുന്നു എന്ന് താല്പര്യം. മാത്രമല്ല ചിരഞ്ജീവന്നേവ, എന്നിട്ട് അല്പായുസായിട്ട് മരിച്ചു പോകുമെന്നാണെങ്കിൽ ചിരം ജീവന്നേവ, ചിരകാലം ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ. അപ്പൊ അവന് ദീർഘായുസ്സും ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരോഗ്യവുമായി, അതില് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ ഭൂമിയിലുള്ള സർവ സൗഭാഗ്യങ്ങളും അവന് ലഭിക്കുന്നു, ചിരായുസ്സും ലഭിക്കുന്നു, ആരോഗ്യവും ലഭിക്കുന്നു. എന്നിട്ട് ക്ഷപിത പശുപാശ വ്യതികരഃ, അവൻ ആരായിത്തീരുന്നു? പശുപാശ വ്യതികരഃ, ക്ഷപിതനാക്കിയിട്ട്. ക്ഷപിതൻ എന്നാൽ ക്ഷയിപ്പിച്ചവൻ. എന്തിനെയാണ് ക്ഷയിപ്പിച്ചത്? പശുപാശം. ജീവന്മാരൊക്കെ പശുക്കളാണ്, കർമ്മങ്ങളാണ് പാശം. അപ്പൊ പശുക്കളെ ബന്ധിക്കുന്ന പാശം കർമ്മങ്ങൾ. അപ്പൊ കർമ്മബന്ധങ്ങളെല്ലാം ക്ഷയിപ്പിച്ചവനായിട്ട്, കർമ്മവാസനകളെല്ലാം ക്ഷയിപ്പിച്ചവനായി, അതിൽ നിന്ന് വ്യതികരഃ എന്ന് പറഞ്ഞാലോ, പാശത്തിൽ നിന്ന് വ്യതികരൻ എന്നാൽ മുക്തൻ എന്നർത്ഥം. കർമ്മപാശങ്ങളിൽ നിന്ന് മുക്തനായിക്കൊണ്ട്, പരമസ്വതന്ത്രനായിക്കൊണ്ട്, ജീവൻ മുക്തനായിക്കൊണ്ട് എന്നർത്ഥം. ചിരഞ്ജീവിയും ജീവൻ മുക്തനുമായിക്കൊണ്ട് അവന്റെ എല്ലാ പാശങ്ങളെയും അവൻ മുറിച്ചു കളയുന്നു, അത് ക്ഷയിച്ചു പോകുന്നു എന്നർത്ഥം. ക്ഷപിത പശുപാശ വ്യതികരഃ, കർമ്മപാശങ്ങളെ മുഴുവൻ മുറിച്ചവനായി, ക്ഷയിപ്പിച്ചവനായി, പാശങ്ങളിൽ നിന്ന് മുക്തനായി. പരാനന്ദാഭിക്യം രസയതി രസം ത്വദ്ഭജനവാൻ. പരാനന്ദാഭിക്യം, പരാനന്ദം എന്ന അഭിക്യ എന്ന് പറഞ്ഞാൽ നാമധേയം. അപ്പൊ പരാനന്ദം, പരമാനന്ദം, ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദം ബ്രഹ്മാനന്ദം തന്നെയാണത്. ആ ബ്രഹ്മാനന്ദം എന്നുള്ള രസം രസയതി,
ആ രസത്തെ അവൻ രസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രസമായി തന്നെ തീരുന്നു. ഇവിടെ രസിക്കുന്ന ആളും രസവും വേറെ വേറെ ഇല്ല. രസം രസയതി, ആ രസമായി സ്വയം അനുഭവിക്കുന്നു, രസസ്വരൂപനായി തീരുന്നു. രസോ വൈ സഹ ഗുഹ്യേവായം ലബ്ധ്വാനന്ദി ഭവതി എന്ന് ഉപനിഷത്ത് പറയും. അവൻ രസസ്വരൂപനാകുന്നു. ആരാണ്? ഈ ബ്രഹ്മം തന്നെയാണ് രസം. ആ ബ്രഹ്മത്തെ ആര് ലഭിച്ചുവോ, ആരനുഭവിച്ചുവോ, രസം ലബ്ധ്വ ആനന്ദീ ഭവതി, അവൻ ആനന്ദിയായി ഭവിക്കുന്നു, ആ രസസ്വരൂപനായി തീരുന്നു. ആ രസം അവന്റെ സ്വരൂപമായി അനുഭവിക്കുന്നു. അവ അനുഭവിക്കുന്ന ആള് വേറെ, രസം വേറെ എന്നുള്ള ത്രിപുടിയില്ലാത്തൊരു അനുഭവമാണിത്. മറ്റനുഭവങ്ങളൊക്കെ പായസം കുടിക്കുമ്പോൾ പായസം വേറെ, കുടിക്കുന്ന നമ്മൾ വേറെ ഉണ്ട്. ബ്രഹ്മാനന്ദത്തിൽ അങ്ങനെയില്ല. ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന ആളും അനുഭവിക്കുന്ന രസവും അനുഭവവും ഒന്നായി തീർന്നുള്ള ത്രിപുടികളെല്ലാം നശിച്ച അദ്വൈത അനുഭൂതിയാണത്. അവിടെ വേറൊന്നില്ല. മറ്റൊരാള് അതിനെ തടയാൻ വരാനും ഇല്ല. അതുകൊണ്ട് തന്നെ ഭയവും ഇല്ല. അതുകൊണ്ട് കാലത്തിന്റെ പരിധിയും ഇല്ല, അവിടെ ദേശത്തിന്റെ പരിധിയും ഇല്ല, ഒരു അളവുമില്ല. അങ്ങനെയുള്ള അനന്തമായ ആനന്ദാനുഭവത്തിൽ അവൻ മുഴുകുന്നു എന്ന് താല്പര്യം. രസം പരാനന്ദാഭിക്യം രസം, പരാനന്ദം എന്ന പേരുള്ള രസത്തെ അവൻ രസിക്കുന്നു, അവൻ അനുഭവിക്കുന്നു. അപ്പൊ മോക്ഷസുഖത്തെയും അവൻ അനുഭവിക്കുന്നു. അപ്പോ ഇഹലോകത്തിൽ എന്തൊക്കെ നേടണോ ഒക്കെ നേടി, പരലോകത്തും നേടാനുള്ളതൊക്കെ നേടി, ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും പദവിയേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള പദവികളും നേടി, ബ്രഹ്മാനന്ദ അനുഭവത്തെയും അവൻ അനുഭവിക്കുന്നു. ആര്? ത്വൽ ഭജനവാൻ, അമ്മയെ ഭജിക്കുന്നതായിട്ടുള്ള ആള്. അപ്പോ അമ്മയെ ഭജിച്ചാൽ ദുർലഭമായിട്ട് എന്താ ഉള്ളത്? എല്ലാം സുലഭമാണ്, ഏതും ലഭിക്കും. ഭജിക്കും പോലെ ഭജിക്കണം എന്ന് മാത്രം. എത്രത്തോളം നമുക്ക് ശ്രദ്ധാഭക്തി ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾക്ക് യോഗ്യത, അതിനനുസരിച്ച് നമുക്ക് ഫലം. അപ്പോ നമ്മുടെ ഭജനമാണ് നമ്മളെ എവിടേക്ക് എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി ഭജിക്കുക, പരമഭക്തിയോടുകൂടി പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഭജിക്കുക. ആ ഒരു സറണ്ടറൻസ് ഉണ്ടാവണം. നമ്മുടെ വിൽ അഥവാ ഇച്ഛ മാറ്റിവെച്ചുകൊണ്ട്, പൗരുഷം മാറ്റിവെച്ചുകൊണ്ട് ശരണാഗതി എന്നുള്ളതായിട്ടുള്ളൊരു ഭാവം വരണം ഭക്തിയിൽ. ആ ശരണാഗതി ഉള്ളപ്പോഴാണ് ആ ഭക്തിയുടെ വളർച്ച വേഗത്തിലാവുക. നമ്മുടെ വില്ല് അഥവാ നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ പൗരുഷം, അതുകൊണ്ട് നമ്മൾ ഭജിക്കുന്നു എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് പതനം സംഭവിക്കും. പൂർണ്ണമായിട്ട് ദേവിയുടെ കൃപയാണ് എന്നെ കൊണ്ട് ഈ ഭജിപ്പിക്കുന്നത് പോലും, എനിക്ക് ഭജിക്കുവാനുള്ളതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നിരിക്കുന്നത് ദേവിയുടെ കൃപ കൊണ്ടാണ് എന്നുള്ളതായിട്ടൊരു വിചാരം ഉണ്ടാവണം. അപ്പൊ മാത്രമേ നമുക്ക് വേഗം മുന്നേറാൻ കഴിയുകയുള്ളൂ. അത് ദേവി തന്നെയാണ് നമ്മളെ കരകയറ്റുന്നത്. മറ്റേത് നമ്മുടെ ഇച്ഛയുണ്ട് അവിടെ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ ഭജിക്കും എന്നുള്ള ഭാവമാണ്. നേരെ മറിച്ച് നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദേവിയുടെ കയ്യിലേക്ക് നമ്മളെ സമർപ്പിച്ചു. പൂച്ച അതിൻ്റെ കുട്ടി കരയുമ്പോൾ അതിനെ കൊണ്ടുപോകുന്നത് പോലെ ദേവി നമ്മളെ കൊണ്ടുപോകും എന്ന് താല്പര്യം. അതാണ് ഭക്തി മാർഗം. അപ്പൊ ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നോ വിഹരതേ രദേഃ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരം ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികരഃ പരാനന്ദാഭിക്യം രസയതി രസം ത്വദ്ഭജനവാ. അവസാനത്തെ ശ്ലോകം, സമർപ്പണ ശ്ലോകം. പ്രദീപജ്വാലാഭിഃ ദിവസകര നീരാജന വിധിഃ സുധാസൂദേ ചന്ദ്രോബല ജലലവൈർ അർഘ്യരജന സ്വകീയൈരംബോഭിഃ സലിലനിധി സൗഹിത്യകരണം
ത്വദീയാഭിർവാഗ്ഭിഃ തവ ജനനി വാചാം സ്തുതിരിയം. ത്വദീയാഭിർവാഗ്ഭിഃ തവ ജനനി വാചാം സ്തുതിരിയം. ഇയം വാചാം സ്തുതി. ഇയം എന്ന് പറഞ്ഞാൽ ഇത് വാചാം സ്തുതി, വാക്കുകളുടേതാകുന്ന സ്തുതി. അത് തവ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്നാണ് താല്പര്യം. അത് എങ്ങനെയുള്ളത്? ത്വദീയാഭിഹി വാഗ്ഭിഹി. ത്വദീയാഭിഹി വാഗ്ഭിഹി, അമ്മയുടെ തന്നെ വാക്കുകളെ കൊണ്ട് അമ്മയ്ക്കുള്ള സ്തുതി സമർപ്പിക്കുകയാണ് എന്ന് പറയണം. അപ്പോ എന്നെ കൊണ്ട് ഇത്രയും സ്തുതിപ്പിച്ചത്, ഈ കഴിഞ്ഞ 99 ശ്ലോകങ്ങളിലൂടെയും സ്തുതിപ്പിച്ചതൊക്കെ അമ്മ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ ഇതൊക്കെ തോന്നിപ്പിച്ചത്, ഓരോ പദങ്ങളും എനിക്ക് തന്നത് അക്ഷരസ്വരൂപിണിയായിരിക്കുന്ന, വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന, സകല കലാസ്വരൂപിണിയായിരിക്കുന്ന അമ്മ തന്നെയാണ്. അല്ലാതെ എൻ്റെ കഴിവല്ല, എൻ്റേതായിട്ട് ഒന്നുമില്ല. ഞാനൊരു നിമിത്ത മാത്രം. ഇപ്പൊ ഒരു കവി ഒരു പേന കൊണ്ട് ഒരു കവിത എഴുതുമ്പോൾ പേനയ്ക്ക് വല്ല അഭിമാനം ഉണ്ടാവുമോ? ഇന്ന കവിത എഴുതിയത് ഞാനാണെന്ന് ഏതെങ്കിലും പേന പറയുമോ എപ്പോഴെങ്കിലും? ആ പേനയ്ക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. നമ്മൾ പേനയ്ക്കല്ല അവാർഡ് കൊടുക്കാറ്, ആ കവിക്കാണ് അവാർഡ് കൊടുക്കാറ്, അല്ലേ? ഇന്ന അവാർഡ് ഇന്ന കവിക്ക് ഇരിക്കട്ടെ, സാഹിത്യ അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, പൂന്താനം അവാർഡ് എന്ന് പറഞ്ഞ പല അവാർഡുകളും കൊടുക്കുന്നത് അയാൾ എഴുതിയ പേനയ്ക്കല്ല. പേന വെറും ജഡം. ആ കവിയുടെ ബുദ്ധിക്കാണ്, ആ കവിയുടെ പ്രതിഭയ്ക്കാണ് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്. ഇവിടെ ശങ്കരാചാര്യ പറയുന്നു, ഞാനൊന്നും എഴുതിയിട്ടില്ല, എൻ്റേതായിട്ട് ഒന്നുമില്ല. ദേവി തന്നെയാണ് എൻ്റെ ഉള്ളില് അറിവായും വാക്കുകളായും എൻ്റെ കൈകളിലൂടെ എഴുതാനുള്ള കഴിവായും എല്ലാം പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ ഈ ഉള്ളവൻ വെറും ജഡം. മുമ്പേ പറഞ്ഞില്ലേ, ശിവ ശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും. അപ്പോ ആ ശിവൻ പോലും ശക്തിയായ അമ്മയോടുകൂടി ചേരുമ്പോഴേ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രഭാവമുള്ളവനാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം എടുക്കാനുണ്ടോ? എനിക്ക് വല്ല കഴിവുണ്ടോ? അപ്പൊ അത് എനിക്കും ചേരും, ശിവന് മാത്രമല്ല. അപ്പൊ ഞാനും സ്വയം ജഡമാകുന്നു, ഒന്നിനും കഴിവില്ലാത്ത മന്ദബുദ്ധിയാകുന്നു. അമ്മയുടെ കാരുണ്യം കൊണ്ട്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, അമ്മ തന്നെ തോന്നിപ്പിച്ച വാക്കുകളെ കൊണ്ട് ഇതാ അമ്മയെ ഞാൻ സ്തുതിച്ച് സമർപ്പിക്കുന്നു എന്നാണ്. അപ്പൊ അതിന് 3 ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള വിഡ്ഢിത്തരങ്ങളെ കാണിച്ചു തരണം. ഇത് വിഡ്ഢിത്തരമൊന്നും അല്ല, എങ്കിലും ഒരു വിഡ്ഢിത്തരം എന്ന് തോന്നും നമുക്ക്, അല്ലെ? മറ്റേ യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക് അത് വിഡ്ഢിത്തരമായിട്ട് പറയാം. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഭാവനയുണ്ട്, സങ്കല്പമുണ്ട്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ കണ്ടാൽ വെട്ടിത്തരന്ന് തോന്നുക? പ്രദീപജ്വാലാഭിഹി ദിവസകര നീരാജന വിധിഹി. ദിവസകരൻ ആരാണ്? ദിനകരൻ, സൂര്യൻ. അദ്ദേഹത്തിന് നീരാജനം കാണിക്കുക. നീരാജനം എന്ന് പറഞ്ഞാൽ ആരതി, ആരതി വിധി, ആരതി കാണിക്കുന്ന സമ്പ്രദായമുണ്ട്, അല്ലെ? ദിവസകരന് അതിപ്പോ ദിവസവും രാവിലെയും വൈകുന്നേരവും ദീപം കാണിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ഗൃഹങ്ങളില് രാവിലെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമ്മുടെ അമ്മമാര് മുത്തശ്ശിമാരൊക്കെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി സൂര്യോദയത്തിന് മുമ്പ് തന്നെ കിഴക്ക് ഭാഗത്തേക്ക് വിളക്ക് കൊളുത്തി വെക്കും. സൂര്യനെ കാണിക്കും ദീപം ദീപം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പായിട്ട് വിളക്ക് കൊളുത്തിയിട്ട് സൂര്യ അസ്തമയത്തിന് മുമ്പ് പടിഞ്ഞാറോട്ട് നോക്കി കാണിക്കും ദീപം ദീപം എന്ന് പറഞ്ഞിട്ട്. അതൊരു സമ്പ്രദായം. അതല്ലാതെ തന്നെ ചില സംക്രമ ദിവസങ്ങളിൽ പൂജകൾ നടത്തും. വിഷു സംക്രമം, കർക്കിടക സംക്രമം, തുലാം സംക്രമം, മകര സംക്രമം, ഇങ്ങനെയുള്ള സംക്രമങ്ങൾക്കൊക്കെ സംക്രാന്തി പൂജകളുണ്ട്. ആ പൂജ ഭൂമിയില് പത്മമൊക്കെ ഇട്ടിട്ട് സൂര്യന്റെ സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യനെ ആവഹിച്ചുകൊണ്ട് ഭൂമിയിൽ പൂജ ചെയ്യും, സൂര്യൻ അഭിമുഖമായിരുന്നു കൊണ്ട്. അതിൽ അവസാനം ആരതി കാണിക്കാറുണ്ട്. അപ്പൊ ബാക്കി പൂജയൊക്കെ ഇവിടെ തന്നെ സമർപ്പിക്കുമ്പോഴും
ആരതി നീരാജനം കാണിക്കുമ്പോൾ സൂര്യനെ നോക്കി ആകാശത്തേക്ക് ഇങ്ങനെ കാണിക്കും. നട്ടുച്ചയ്ക്കായിരിക്കും പൂജ ചെയ്യുക. കർക്കിടക സംക്രമത്തിലും മകരസംക്രമത്തിലും ഒക്കെ രാവിലെ 11 മണിക്കൊക്കെയാണ് ഈ സൂര്യപൂജ ചെയ്യുക. നമ്മുടെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ ഞങ്ങൾ ആനക്കട്ടിയിലൊക്കെ ചെയ്യാറുണ്ട്. ആനക്കട്ടി ദയാനന്ദ ആശ്രമത്തിൽ ഈ സംക്രമ പൂജകൾ ചെയ്യും. അപ്പൊ ഈ പകൽ 10-11 മണി നേരത്താണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു വേദി ഉണ്ട്, സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് ഈ പത്മമെല്ലാം ഇട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്തു വെച്ച് സൂര്യനുള്ള നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ച് സൂര്യപൂജ എല്ലാം കഴിഞ്ഞ് അവസാനം ആരതി നീരാജനം കാണിക്കുന്നത് ആകാശത്തേക്ക് സൂര്യന്. നല്ല തമാശ അല്ലേ? ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്നതായിട്ടുള്ള പ്രകാശസ്വരൂപനായിരിക്കുന്ന സൂര്യന് നമ്മുടെ ഈ അല്പ കർപ്പൂരം കൊണ്ടുള്ളതായിട്ടുള്ള ഈ ആരതി എന്ത് രസം, എന്ത് തമാശ എന്ന് തോന്നും, എന്ത് വിഡ്ഢിത്തരം എന്ന് തോന്നും അല്ലെ? കൊച്ചു കുട്ടികൾ പോലും ചോദിക്കുന്നത് എന്താ ഈ കാണിക്കുന്നത്, മൂപ്പർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുക നിങ്ങള് അല്ലേ? അപ്പൊ അതൊരു ഒരു രസകരമായിട്ട് തോന്നും. അപ്പൊ ഈ ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് തന്നിരിക്കുന്ന സർവ്വ ഊർജവും സൂര്യൻ്റെതാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ ഒക്കെ സൂര്യന്റെ സ്വന്തമാണ്. ആ സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വസ്തു കൊണ്ട് ചെറിയൊരു അഗ്നി, സൂര്യന്റെ തന്നെ തത്വമായ ഒരു ചെറിയ അഗ്നിജ്വാല കൊണ്ട് ഒരു കർപ്പൂരത്തെ അല്പം കത്തിച്ചിട്ട് നമ്മൾ ആ പട്ടാപകൽ വെളിച്ചത്ത് സൂര്യന് കാണിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനെ പരിഹസിക്കുന്ന പോലെയാണ് വാസ്തവത്തിൽ. കൊല്ലന്റെ ആലയിൽ സൂചി വെക്കുക എന്നൊക്കെ നമ്മൾ തമാശ പറയും. അതുപോലും അല്ല ഇത്, അതിനേക്കാളൊക്കെ വലിയ സംഭവം, പരിഹാസ്യമായിട്ടുള്ള സംഭവം. പക്ഷേ നമ്മൾ ആ സൂര്യനോടുള്ള ഭക്തിയും കൃതജ്ഞതയും രേഖപ്പെടുത്താൻ നമുക്ക് ഇതൊക്കെ വഴിയുള്ളൂ, വേറെ വഴിയില്ല. എന്താ ചെയ്യുക? സൂര്യന്റെ മുമ്പിൽ സൂര്യനേക്കാൾ വലിയൊരു സൂര്യനെ കൊണ്ടുവന്നിട്ട് ആരതി കാണിക്കാൻ പറ്റുമോ? സൂര്യനിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്നിട്ട് നമുക്ക് ആരതി കാണിക്കാൻ പറ്റുമോ? ഈ ഭൂമിയിൽ എന്തുണ്ടോ ഒക്കെ സൂര്യന്റെ സ്വന്തം. അപ്പൊ നമുക്ക് ആവുന്നത് പോലെ ചെയ്യുന്നു. ഇപ്പോ ഈ പൂജകളുടെയൊക്കെ തത്വം അതാണ്. ഇതൊന്നും എന്റേതല്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് അച്ഛൻ തന്നെ തന്ന പോക്കറ്റ് മണി കൊണ്ട് നമ്മൾ അച്ഛന്റെ പിറന്നാളിന് എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. അച്ഛൻ തന്ന പോക്കറ്റ് മണിയാ. അതുകൊണ്ട് അച്ഛന് നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിച്ചിട്ടോ ഒരു പേനയോ ഒരു ചായ കുടിക്കാനുള്ള ഒരു കപ്പോ, ആ കപ്പിൽ ചിലപ്പോൾ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവും ദ വേൾഡ്സ് ബെസ്റ്റ് ഡാഡ് എന്ന്. അത് കൊണ്ടുപോയിട്ട് അച്ഛനെ കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛൻ എന്തൊരു സന്തോഷം. അച്ഛന് വേണമെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കാം ഇതിനേക്കാൾ നല്ല കപ്പ് അല്ലേ, ഇതിനേക്കാൾ നല്ല പേന വാങ്ങിക്കാം. പക്ഷേ അത് കുട്ടികൾ കൊടുക്കുമ്പോൾ, അച്ഛൻ കൊടുത്ത പോക്കറ്റ് മണിയാണെങ്കിലും കുട്ടികൾ കൊടുക്കുമ്പോൾ ആ അച്ഛനുണ്ടാവുന്നൊരു സംതൃപ്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതൊന്ന് വേറെ തന്നെയാണ്. ആ ഒരു ഭാവത്തിലാണ് നമ്മൾ ഈശ്വരനും നമ്മൾ എന്തും കൊടുക്കുന്നത്. അല്ലാതെ ഈശ്വരന് നമ്മുടെ ഒന്നും വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് ഒരു ദാരിദ്ര്യവും ഇല്ല. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വന്തം. നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ ആകെയുള്ളൊരു മാർഗം അതാണത് പൂജ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ പ്രദീപജ്വാലാഭിഹി, ആ പ്രദീപജ്വാലകളെ കൊണ്ട്, ദീപജ്വാലകളെ കൊണ്ട് ദിവസകര നീരാജന വിധിഹി, ആ ദിവസകരന് നീരാജനം ചെയ്യുന്നത് പോലെയും സുധാസൂതേഹേ ചന്ദ്രോപല ജലലവൈർ അർഘ്യരചന, വേറെ ചില സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ സൂര്യനെ പറഞ്ഞപ്പോൾ ഉടനെ ചന്ദ്രന്റെ പൂജയെയും ശങ്കരാചാര്യർ കൊണ്ടുവന്നു. സുധാസൂതി എന്ന് പറഞ്ഞാൽ സുധയെ പ്രസവിക്കുന്നവൻ, അമൃതം ചൊരിയുന്നവൻ. ആരാ? ചന്ദ്രന്റെ പര്യായമാണ് സുധാംശു, സുധാകിരണൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ സുധാസൂതേഹെ ചന്ദ്രന് എന്നർത്ഥം. സുധാസൂതിക്കായിക്കൊണ്ട് ചന്ദ്ര ഉപല ജലലവൈഹി അർഘ്യരചന. ഉപലം എന്നാൽ കല്ല്, ചന്ദ്രോപലം എന്ന് പറഞ്ഞാല് ചന്ദ്രകാന്ത കല്ല് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. സൂര്യകാന്തക്കല്ല്, ചന്ദ്രകാന്തക്കല്ല് എന്നൊക്കെ പറഞ്ഞ ചില കല്ലുകളുണ്ട്. അതൊക്കെ പ്രകൃതിയിൽ ഇപ്പൊ നമുക്ക് കാണാൻ ലഭിക്കുന്നില്ല. പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ സൂര്യാന്തക്കല്ല് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ആ കാന്തിയെ ആകർഷിച്ചെടുത്ത് സ്വയം കത്താൻ കഴിവുള്ള കല്ലാണ്. സ്വയം അഗ്നിയെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള കല്ലാണ് സൂര്യകാന്തക്കല്ല്. അതുപോലെ ചന്ദ്രകാന്തക്കല്ല് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലെ തണുപ്പ് ശീതളിമയെ ആഗിരണം ചെയ്ത് ഈ കല്ല് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ അതിൽ നിന്ന് ജലം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകും. തന്നെ കല്ലിൽ നിന്ന് ജലം ഉണ്ടാകും. അതാണ് ചന്ദ്രകാന്ത കല്ലിന്റെ പ്രത്യേകത. ഉരുകുന്ന പോലെ തോന്നും, ആ കല്ലിങ്ങനെ ഉരുകി വെള്ളമൊലിക്കുന്ന പോലെ തോന്നും.
അപ്പൊ ചന്ദ്രകാന്തക്കല്ലിൽ നിന്നുള്ള ജലലവം, ജലം ഒഴുകുന്ന കണിക കൊണ്ട് ചന്ദ്രന് അർഘ്യം കൊടുക്കുക, അങ്ങനെ ചില ചടങ്ങുകൾ ചില പൂജകളിൽ ഉണ്ട്. അപ്പൊ വെള്ളം കൊടുക്കുന്നത് ചന്ദ്രന് അർഘ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൈ കഴുകാനുള്ള വെള്ളം, പാദ്യം എന്ന് പറഞ്ഞാൽ കാല് കഴുകാനുള്ള വെള്ളം, അർഘ്യം കൈ കഴുകാനുള്ളത്, ആചമനീയം എന്ന് പറഞ്ഞാൽ മുഖത്തെ ഇന്ദ്രിയങ്ങളൊക്കെ ശുദ്ധമാക്കാനുള്ള വെള്ളം കൊടുക്കുക. അങ്ങനെ പാദ്യം, അർഘ്യം, ആചമനീയം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. അപ്പൊ ഇവിടെ ചന്ദ്രോപല ജലലവൈർ അർഘ്യരചന, ചന്ദ്രന് അർഘ്യം കൊടുക്കുന്നത് അങ്ങേരുടെ തന്നെ അനുഗ്രഹം കൊണ്ട് ചന്ദ്രകാന്തക്കല്ലിൽ നിന്നൊഴുകിയ വെള്ളം കൊണ്ട്. നല്ല കാര്യമായി. അപ്പൊ അതും അദ്ദേഹം സ്വീകരിക്കും. അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹം കൗതുകപൂർവം സ്വീകരിക്കും, സന്തോഷമായിട്ട് സ്വീകരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ജലം ഉണ്ടായത്. അതുപോലെ ഇനി നമ്മൾ ചില സമുദ്ര സ്നാനം, ഗംഗാ സ്നാനം ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? തർപ്പണം ചെയ്യും അല്ലെ? ആ സമുദ്രത്തെ തന്നെ കുളിപ്പിക്കുന്ന ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലും. ഇതാ ഞാൻ അങ്ങേക്ക് സ്നാനം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എവിടുന്ന വെള്ളം എടുത്തിട്ട് എവിടേക്കാ ഒഴിക്കുക? നമ്മുടെ കയ്യിൽ കൊള്ളാവുന്ന ഒരു കുമ്പിള് വെള്ളം എടുത്തിട്ട് സമുദ്രത്തിലേക്ക് തന്നെ ഒഴിക്കും. എന്നിട്ട് സമുദ്രത്തിന് സ്നാനം സമർപ്പിക്കുകയാണ്. നല്ല പാർട്ടികൾ. സമുദ്രം വെള്ളം തന്നെ ആയിരിക്കുമ്പോൾ ആ വെള്ളത്തിനെ കുളിപ്പിക്കാനുള്ള ഒരു വെള്ളം നമ്മുടെ വക എവിടുന്ന? ആ സമുദ്രത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട്. അതാണ് ഇവിടെ സ്വകീയൈർ അംബോബിഹി, സ്വകീയങ്ങളായ അമ്പസ്സുകളെ കൊണ്ട്, തന്നിൽ നിന്ന് തന്നെ എടുത്ത വെള്ളം കൊണ്ട് സലിലനിധി സൗഹിത്യകരണം. സലിലനിധി എന്ന് പറഞ്ഞാലോ ജലാശയം, സലിലത്തിന്റെ നിധി സമുദ്രം. അപ്പൊ സമുദ്രത്തിന് സൗഹിത്യകരണം എന്ന് പറഞ്ഞാല് അതിന്റെ ഹിതമായിരിക്കുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്യുക എന്നർത്ഥം. തർപ്പണം, സ്നാനം, അഭിഷേകം എന്നൊക്കെ അർത്ഥം സൗഹിത്യത്തിന് അല്ലെ? ചൂടായിരിക്കുന്ന സമുദ്രത്തിനെ നമ്മൾ ചെന്ന് തണുപ്പിക്കുകയാണ്. ഇവിടുന്ന് സമുദ്രത്തിലെ വെള്ളം തന്നെ എടുത്തിട്ട്. സമുദ്രം തൃപ്തിപ്പെടട്ടെ. തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുന്ന ചടങ്ങാണ്. അപ്പൊ സമുദ്ര ദേവതകൾ തൃപ്തരാവട്ടെ എന്ന് പറഞ്ഞിട്ട് എവിടുന്നാ വെള്ളം എടുക്കണത്? സമുദ്രത്തിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് അല്പം വെള്ളം എടുത്തിട്ട് ആ മഹാസമുദ്രത്തിലേക്ക് നമ്മൾ ഇത്തിരി നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ചൊരിയും. ഇതുപോലെ ആ ചിത്ശക്തിയായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, അക്ഷരദേവതയായിരിക്കുന്ന വാക്സ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, ആ ദേവിയുടെ പ്രസാദം കൊണ്ട് എന്തൊക്കെയോ വാക്കുകള് എൻ്റെ കൈകളിലൂടെ ഒഴുകി, എൻ്റെ മനസ്സിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ ഒഴുകി. അത് ഞാനൊരു കവിതയായി ഇതാ കുത്തിക്കുറിച്ചു. അതാണ് ഈ സൗന്ദര്യലഹരി. അത് ഞാനിതാ അമ്മയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ അമ്മയുടെ അനുഗ്രഹത്താൽ നിർമ്മിച്ച അമ്മയുടെ വാക്കുകൾ കൊണ്ട് തന്നെ അമ്മയ്ക്കുള്ള സ്തുതി ഇതായിരിക്കട്ടെ. ഞാൻ വെറും ഒരു നിമിത്തം, ഞാനൊരു മഹാകവിയൊന്നുമല്ല, എനിക്ക് ഇതിന്റെ പേരിൽ ഒരു അവാർഡും വേണ്ട, ഒരു സ്ഥാനമാനങ്ങളും വേണ്ട. ഇത് നിസ്സാരം. അമ്മയുടെ മുമ്പിൽ ഇത് നിസ്സാരമാകുന്നു. അമ്മ സർവ കാവ്യങ്ങളുടെയും എന്താ പറയാ ആധാരമായിരിക്കുന്ന വസ്തുവാണ്. വേദങ്ങൾ പോലും അമ്മയുടെ അനുഗ്രഹമാണ്. ബ്രഹ്മദേവന് ആ വേദങ്ങൾ രചിക്കാൻ കഴിഞ്ഞതുപോലും അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിതാ എന്തൊക്കെയോ പറഞ്ഞു, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങള്. അമ്മ എന്നെ പരിഹസിക്കരുത്, ഇത് സ്വീകരിച്ച് അനുഗ്രഹിക്കണം എന്ന മട്ടില് ഒരു വിഡ്ഢിത്തരം പോലെ വിനയാന്വിതനായിട്ട് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ഒരു ഭാവമാണ് നമുക്കും ഏത് ആരാധന ചെയ്യുമ്പോഴും വേണ്ടത്. ഈ ഒരു വിനയം നമുക്ക് ദേവിക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം ദേവി തന്നതേ ഉള്ളൂ. എല്ലാം ദേവി തന്നത്, അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ടദേവൻ ആരാണോ ആ ദേവൻ തന്നത്. നമുക്ക് നമ്മുടേതായിട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കാൻ ഒരു മടിയും വേണ്ടേനും. അതാണ് വളരെ മനോഹരമായിട്ട് അവസാനത്തെ ശ്ലോകം സമർപ്പണം. ഒരിക്കൽ കൂടെ വായിക്കാം. പ്രദീപജ്വാലാഭിഹി ദിവസകര നീരാജന വിധിഃ സുധാസുതേഃ ചന്ദ്രോപല ജലലവൈർ അർഘ്യരചനാം സ്വകീയൈരംബോഭിഃ സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭിഃ തവ ജനനി വാചാം സ്തുതിരിയം. ഞാനും എൻ്റെ വാക്കുകളെ
ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ആചാര്യ ഭഗവത്പാദരുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഗുരുപരമ്പരകളുടെ മുഴുവൻ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞതിൽ നല്ലതായിട്ട് എന്തൊക്കെ പറഞ്ഞു ഒന്നും എൻ്റേതല്ല. വേണ്ടാത്തതെന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് അരുതാത്തത് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നിൽ നിന്ന് വന്നത്, അതെനിക്ക് തന്നെ തിരിച്ചു തരിക. ബാക്കി നല്ലതൊക്കെ ഗുരുപരമ്പരയുടെ അനുഗ്രഹമായി, ഭഗവതിയുടെ അനുഗ്രഹമായിട്ട് കരുതുക. നിങ്ങളും ഈ സ്തുതി നിത്യവും പാരായണം ചെയ്യുവാനുള്ളതായിട്ടുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. അതിന് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം, ഗുരുപരമ്പരയുടെ ശങ്കരാചാര്യരുടെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാറ്റിനും ആയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിത്യവും പാരായണം ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള വലിയ മാറ്റം അധികം താമസിയാതെ തന്നെ എല്ലാവരിലും കാണാൻ കഴിയും. പാരായണം ചെയ്യാനുള്ള സമയവും പ്രാരബ്ധവും സാഹചര്യമൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും. അതിന് പഠിക്കാൻ വളരെ വിസ്തരിച്ച് തന്നെ ഏകദേശം നന്നായിട്ട് തന്നെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും ഇതെല്ലാം ഫേസ്ബുക്കിൽ സേവ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അതൊരു ഭാഗ്യം. അപ്പം എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു നോക്കാവുന്നതാണ് ഏത് ഭാഗത്തിലും. എന്നിട്ടും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ദേവിയോട് തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ തെളിഞ്ഞു വരും. അതിനേക്കാൾ മുഖ്യം നിത്യവും തെറ്റില്ലാതെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ആ പാരായണം കൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിക്കോളും. ബാക്കി നിങ്ങൾ പൂജയും യോഗയും തലകിഴായി നിൽക്കലും ഒന്നും വേണ്ട, വേറെ ഒരു പ്രയാസവും ചെയ്യേണ്ട. നിത്യപാരായണം ചെയ്താൽ മാത്രം തന്നെ അനുഗ്രഹം ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകളോടെ സമർപ്പിക്കുന്നു. നാളെ സുബ്രഹ്മണ്യ ഭുജംഗ പ്രയാത സ്തോത്രം കാണാം. 33 ശ്ലോകങ്ങളാണ്. അത് ഇത്തിരി വേഗം പോകുന്നതാണ്. അത് കഴിഞ്ഞ് ശിവാനന്ദ ലഹരിയാണ് ഈ സെഷനിലേക്ക് അടുത്തതായിട്ട് പിന്നെ തിരഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് കുറച്ച് വലിയ കൃതികളും രാവിലത്തെ 8 to 8:30 അരമണിക്കൂറിലുള്ളതിൽ ചെറിയ കൃതികളും കാണാം. നിങ്ങൾ ഒഴിവുള്ളപ്പോഴെല്ലാം ശ്രദ്ധയോടുകൂടെ ഉണ്ടാവുക. എന്തെങ്കിലും പ്രാരബ്ധങ്ങളും തിരക്കുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിവുള്ളപ്പോൾ കാണാനുള്ള സൗകര്യം ഉണ്ട്, സേവ്ഡായിട്ട് കിടപ്പുണ്ട്, എപ്പോൾ വേണമെങ്കിൽ കാണാവുന്നതാണ്. എന്തായാലും ജീവിതത്തിൽ ഒരു എന്താ പറയുക, മറ്റ് നമ്മൾ പുറത്തൊക്കെ പോയി കിട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള സത്സംഗത്തിന് തടസ്സം വന്നുവെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ യാതൊരു ചെലവും ഇല്ലാതെ, അല്ലേ, വാഹനങ്ങളിലൊന്നും കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് യാത്ര ചെയ്യണ്ട, തിക്കും തിരക്കിലൊന്നും പോണ്ട, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവനവൻ്റെ സൗകര്യത്തിന് കേൾക്കാനുള്ള ഒരു അനുഗ്രഹം, അത് ഭഗവതിയുടെ അനുഗ്രഹമായിട്ട് കരുതുക. ആ രീതിക്ക് ഇതിനെ ഉപയോഗിക്കുക. എല്ലാവർക്കും എല്ലാ ആശംസകളും. നാളെ വീണ്ടും കാണാം. ഹരി ഓം. ഓം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം.